2022 അവസാനത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെത്തിയത്. സത്യം പറഞ്ഞാൽ റൊണാൾഡോ തന്റെ ഫുട്ബോൾ കരിയറിൽ ഇങ്ങനെ ഒരു ചെറിയ ടീമിൽ വന്ന് കളിക്കുമെന്ന് അന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ സൗദിയിലെത്തി ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും റൊണാൾഡോയുടെ അവിടുത്തെ ഏറ്റവും വലിയ തലവേദനയായി തുടരുകയാണ് അൽ ഹിലാലും അവരുടെ ആരാധകരും. പലപ്പോഴും റൊണാൾഡോയെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത്. ഇത് അൽ ഹിലാൽ പ്ലേയേഴ്സും നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് റൊണാൾഡോയ്ക്ക് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയത്. തന്നെ പ്രൊവോക്ക് ചെയ്യുന്നവരുടെ അടുത്തല്ല തിരിച്ച് റിയാക്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ റൊണാൾഡോ പിന്തുടരുന്നത്. റൊണാൾഡോ സൗദിയിലെത്തിയതിനു ശേഷം 4 മത്സരങ്ങളാണ് അൽ നസറും അൽ ഹിലാലും തമ്മിൽ കളിച്ചത്. ഇതിൽ 3 എണ്ണത്തിൽ അൽ ഹിലാൽ വിജയിച്ചപ്പോൾ അൽ നസറിന് വിജയിക്കാൻ കഴിഞ്ഞത് ഒരേ ഒരു കളിയിൽ മാത്രമായിരുന്നു. ഈ മത്സരങ്ങളിലൊക്കെ റൊണാൾഡോയെ അൽ ഹിലാലിന്റെ ആരാധകർ നേരിട്ടത് മെസ്സി മെസ്സി എന്ന ചാൻഡ് മുഴക്കിയായിരുന്നു. എതിർ ടീമിലെ പ്രധാന താരങ്ങളെ ഇങ്ങനെയുള്ള ചാൻഡ് മുഴക്കുന്നതൊക്കെ ഫുട്ബോളിൽ സാധാരണയാണ്. പക്ഷെ അൽ ഹിലാൽ ആരാധകരുടെ ഈ പ്രവൃത്തി പരിധി വിടുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. കാര്യങ്ങളെ 2 രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, ആരാധകരുടെയും പ്ലെയേഴ്സിന്റെയും ഇത്തരം ചെയ്തികളിൽ റൊണാൾഡോയെ പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലെയർ ഒരിക്കലും വീഴാൻ പാടില്ല. മറ്റൊന്ന് പറയാനുള്ളത് അൽ ഹിലാലിന്റെ ആരാധകരോടാണ്. അൽ ഹിലാൽ മുന്നോട്ട് വെച്ച വലിയൊരു ഓഫർ വേണ്ടെന്ന് വെച്ച് അമേരിക്കയിലെ ഇന്റർ മയാമിയിൽ പോയി പന്ത് തട്ടുന്ന ഒരു താരത്തിന്റെ പേരിൽ ചാൻഡ് നടത്തിയോ അല്ലാതെ നിങ്ങൾ തളർത്താൻ നോക്കുന്നത് സൗദിയിലെ ഓഫർ സ്വീകരിച്ച് നിങ്ങളുടെ നാട്ടിൽ വന്ന് പന്ത് തട്ടുന്ന ഒരു ഫുട്ബോൾ ഇതിഹാസത്തെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അൽ ഹിലാലും അൽ നസറും തമ്മിലുള്ള അടുത്ത മത്സരം നടക്കുന്നത് മെയ് 16-നാണ്. റൊണാൾഡോ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് റിവെഞ്ചിനുള്ള സമയമാണ്. ചെയ്തതിനൊക്കെയും തിരിച്ചടിക്കാനുള്ള അവസരമാണ്. കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.